മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് സബ്മറൈൻ അഥവാ അന്തർവാഹിനികളുടെ നിർമ്മാണം. പക്ഷേ പുറം ലോകവുമായി ഡയറക്റ്റ് ബന്ധമില്ലാതെ എങ്ങനെയാണ് 100-ലധികം നാവികർ മാസങ്ങളോളം ഈ സബ്മറൈനിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സബ്മറൈനുകളുടെ ഉള്ളിലെ വിചിത്രമായ ജീവിത രീതികളും അവരുടെ ഓരോ ദിവസവും എങ്ങനെയാണെന്നും ഇന്ത്യയുടെ സബ്മറൈനുകളെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു സബ്മറൈനുള്ളിലെ ജീവിതം എത്രത്തോളം കടുപ്പമാണെന്നറിയണമെങ്കിൽ ആദ്യം നമ്മൾ അവരുടെ ഉറക്കത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒരു സബ്മറൈനിൽ സാധാരണയായി ഏകദേശം 100 മുതൽ 140 വരെ ക്രൂ മെമ്പേഴ്സാണ് ഉണ്ടാകാറുള്ളത്. സത്യത്തിൽ അവിടുത്തെ ഉറക്കം ഒരു ചെറിയ പെട്ടിക്കുള്ളിൽ ഉറങ്ങുന്നത് പോലെയാണ്. ഒരു ചെറിയ ഷെൽഫിൽ കിടക്കുന്നത് പോലെ തോന്നും വിധം അത്രയും ചെറുതാണ് അവിടുത്തെ കട്ടിൽ. ഇവിടെ 3 തട്ടുകളുള്ള കിടക്കകളിൽ എല്ലാവരും ഞെരുങ്ങിയാണ് ഉറങ്ങുന്നത്. പലർക്കും സ്വന്തമായി ഒരു പ്രത്യേക കട്ടിൽ പോലും കാണില്ല. ഒരേ കട്ടിലിൽ തന്നെ ഊഴമിട്ട് ഒരാൾക്ക് ശേഷം മറ്റൊരാൾ എന്ന രീതിയിലാണ് അവർക്ക് ഉറങ്ങേണ്ടി വരുന്നത്. ഈ രീതിയെ പറയുന്ന പേരാണ് ഹോട്ട് ബങ്കിങ്. അതായത് ഒരാൾ എഴുന്നേറ്റ ഉടൻ തന്നെ ആ ചൂടുള്ള കട്ടിലിലേക്ക് അടുത്തയാൾ കയറിക്കിടക്കും. ഈ ചെറിയ സ്ഥലത്തെ വിളിക്കുന്നത് റാക്ക് എന്നാണ്. ഇതാണ് അവരുടെ ആകെയുള്ള ഒരു സ്വകാര്യ ഇടം. ഇവിടെ വെച്ചാണ് അറിയപ്പെട്ടവരുടെ കത്തുകൾ വായിക്കുന്നതും മനസ്സിന് കുറച്ച് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നതുമൊക്കെ. ഒരു സബ്മറൈനിൽ ഏകദേശം 130ഓളം ആളുകൾ കാണും. അതുകൊണ്ട് യാത്രയുടെ തുടക്കത്തിൽ തന്നെ ആയിരക്കണക്കിന് കിലോഗ്രാം വരുന്ന വലിയ അളവിലുള്ള ഭക്ഷണം ഇതിൽ കയറ്റേണ്ടതുണ്ട്. പക്ഷേ കടുത്ത സ്ഥലപരിമിതി കാരണം ഈ സാധനങ്ങളൊക്കെ പെട്ടികളിലാക്കി നിലത്തും കട്ടിലിനടിയിലും എന്തിനേറെ കുളിക്കുന്ന സ്ഥലത്ത് വരെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ അവിടുത്തെ നാവികർ ശരിക്കും ഈ ഭക്ഷണപ്പെട്ടികൾക്ക് മുകളിലൂടെയാണ് നടക്കുന്നതും ഉറങ്ങുന്നതുമൊക്കെ. അത്രയും ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണത്. ഫ്രഷ് പഴങ്ങളും പാലുമൊക്കെ 2-3 ആഴ്ച മാത്രമേ കേടാവാതിരിക്കൂ. അതിനുശേഷം ടിന്നിലടച്ച സാധനങ്ങളും ഡ്രൈ ഫുഡ്സും തണുപ്പിച്ച് വെച്ച ഭക്ഷണങ്ങളും മാത്രമായിരിക്കും ആശ്രയം. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും സബ്മറൈനുള്ളിൽ ഒരു ചെറിയ അടുക്കളയുണ്ട്. അവിടെ പരിചയസമ്പന്നരായ പാചകക്കാർ എല്ലാവർക്കും സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കും. നാവികർക്ക് സാധാരണയായി ഒരു ദിവസം 4 നേരം ഭക്ഷണം നൽകാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചഭക്ഷണം, അത്താഴം, പിന്നെ പാതിരാത്രിയിലൊരു ചെറിയ ഭക്ഷണവും. കൂടാതെ അവർക്ക് ഐസ്ക്രീമും മധുര പലഹാരങ്ങളുമൊക്കെ പതിവായി കൊടുക്കാറുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ശരിക്കും പറഞ്ഞാൽ സബ്മറൈൻ എന്നത് കടലിനടിയിലെ ഒഴുകി നടക്കുന്ന ഒരു ചെറിയ നഗരം പോലെയാണ്. ഇതിനുള്ളിൽ അവിടുത്തെ ആളുകൾക്കായി ശ്വസിക്കാനുള്ള ഓക്സിജനും കുടിക്കാനുള്ള വെള്ളവും ഉണ്ടാക്കുന്നത് പ്രത്യേക യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ്. വൈദ്യുതി ഉപയോഗിച്ച് കടൽ വെള്ളത്തെ വേർതിരിച്ച് ഓക്സിജൻ മാത്രം വായുവിലേക്ക് വിടുന്നു. ബാക്കി വരുന്ന ഹൈഡ്രജൻ സുരക്ഷിതമായി കടലിലേക്ക് തന്നെ തുറന്നു വിടുകയും ചെയ്യും. 130 ആളുകൾക്ക് മാസങ്ങളോളം തുടർച്ചയായി ഓക്സിജൻ കൊടുക്കണമല്ലോ. അതുകൊണ്ട് പ്രത്യേക യന്ത്രങ്ങൾ ഉപയോഗിച്ച് വായു എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വെള്ളവും വളരെ കൃത്യമായ ഒരു രീതിയിലൂടെയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പുവെള്ളം ചൂടാക്കി നീരാവിയാക്കുന്നു. എന്നിട്ടത് തണുപ്പിച്ചാണ് കുടിക്കാനുള്ള ശുദ്ധജലമാക്കുന്നത്. ഈ വെള്ളമാണ് കുടിക്കാനും പാചകം ചെയ്യാനും കുളിക്കാനും ബാക്കി എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ വെറുതെ ഓക്സിജൻ കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ശ്വാസം വിടുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വായുവിൽ നിന്ന് മാറ്റുകയും വേണം. കൃത്യമായി ഈയൊരു ആവശ്യത്തിന് വേണ്ടിയാണ് പ്രത്യേക കെമിക്കൽ ഫിൽട്ടർ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ശൗചാലയങ്ങളുടെയും മാലിന്യങ്ങളുടെയും കാര്യം വരുമ്പോഴാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടാകുന്നത്. വിമാനങ്ങളിൽ കാണുന്നത് പോലെയുള്ള പ്രത്യേകതരം പ്രഷറിലുള്ള അല്ലെങ്കിൽ വാക്വം ടോയ്ലറ്റുകളാണ് സബ്മറൈനിൽ ഉപയോഗിക്കുന്നത്. ഇതിലെ മാലിന്യം ഒരു സംഭരണ ടാങ്കിലാണ് ശേഖരിക്കുന്നതും. കർശനമായ പരിസ്ഥിതി നിയമങ്ങൾ സംസ്കരിച്ച ഈ വേസ്റ്റ് പിന്നീട് കടലിലേക്ക് തന്നെയാണ് ഒഴുക്കിക്കളയുന്നത്. സാധാരണയായി കരയിൽ നിന്ന് ഒരുപാട് ദൂരെ വെച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉണങ്ങിയ മാലിന്യങ്ങൾ കളയാനും അവിടെ പ്രത്യേക സംവിധാനമുണ്ട്. മാലിന്യങ്ങൾ നന്നായി ചതച്ച് ഇരുമ്പ് ക്യാനുകളിലാക്കി അടിയിൽ നല്ല ഭാരമുള്ള സാധനങ്ങളും വെക്കും. അപ്പോൾ അത് എളുപ്പത്തിൽ കടലിൻ്റെ അടിത്തട്ടിലേക്ക് താണുപോയിക്കോളും. ഒരു സ്പെഷ്യൽ പൈപ്പിലൂടെയാണ് ഈ ക്യാനുകൾ വെള്ളത്തിലേക്ക് വിടുന്നത്. എത്ര മാലിന്യം വരും, അത് എവിടെ സൂക്ഷിക്കും, കൃത്യമായി എപ്പോൾ സുരക്ഷിതമായി കളയണം എന്നൊക്കെ മുൻകൂട്ടി കണക്കുകൂട്ടിയാണ് ഈ മാലിന്യം കളയുന്നത് പോലും കൃത്യമായി ആസൂത്രണം ചെയ്യുന്നത്. കഴിഞ്ഞില്ല. യന്ത്രങ്ങൾ കൊണ്ട് മാത്രം ഒരു അന്തർവാഹിനി പ്രവർത്തിക്കില്ല. അവിടുത്തെ നാവികർ പരസ്പരം മനസ്സിലാക്കുന്നതിനെയും വിട്ടുവീഴ്ച ചെയ്യുന്നതിനെയും ആശ്രയിച്ചാണ് ഇതിൻ്റെ വലിയൊരു വിജയം ഇരിക്കുന്നത്. അത് പറയാൻ കാരണം വളരെ നിയന്ത്രിതമായ പെരുമാറ്റമാണ് ഇവിടെയുള്ളത്. കാരണം ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഒരുമിച്ച് കഴിയുമ്പോൾ വഴക്കുണ്ടാക്കിയാൽ അത് അവരുടെ ദൗത്യത്തെ തന്നെ അപകടത്തിലാക്കും. എപ്പോഴും ആരെങ്കിലും ഉറങ്ങുകയോ അല്ലെങ്കിൽ ജോലികളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് കൊണ്ട് ബഹളങ്ങൾ പരമാവധി കുറയ്ക്കണം. നടക്കുമ്പോൾ പോലും തട്ടിയും മുട്ടിയും വീഴാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധയോടെ ഒതുങ്ങി മാറിയാണ് പോകുന്നത്.
കുളിക്കുന്ന കാര്യത്തിലെ നിയമങ്ങളും വളരെ കർശനമാണ്. നാവികർക്ക് മിക്കപ്പോഴും 3 മുതൽ 5 മിനിറ്റ് മാത്രമേ ഷവർ ചെയ്യാൻ അനുവാദമുള്ളൂ. ചിലപ്പോൾ സോപ്പ് തേക്കുമ്പോൾ വെള്ളം ഓഫ് ചെയ്യേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും ഒരേപോലെയുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കുന്നത് കൊണ്ട് മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ളവരാണ് എന്നതാണ്. എന്നാൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ അന്തർവാഹിനിയിൽ അപകടങ്ങൾ പെട്ടെന്നും വരാം. അതുകൊണ്ടാണ് മുൻകരുതലുകൾ എപ്പോഴും എടുക്കേണ്ടി വരുന്നത്. ഉദാഹരണത്തിന് 1945 U-1206 എന്ന ജർമ്മൻ സബ്മറൈനിൻ്റെ കമാൻഡർ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പുതിയ ടോയ്ലറ്റ് സിസ്റ്റം ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ വലിയൊരു അബദ്ധം വരുത്തി. തെറ്റായ ഒരു വാൽവ് തുറന്നതുകൊണ്ട് കടൽ വെള്ളവും അഴുക്കും ഉള്ളിലേക്ക് ഇരച്ചു കയറി. ആ വെള്ളം സബ്മറൈനിൻ്റെ വലിയ ബാറ്ററികളുമായി കലർന്ന് ജീവന് തന്നെ ഭീഷണിയായ വിഷവാതകമുണ്ടായി. അത് അവിടുത്തെ നാവികരെ ഒന്നാകെ മരണത്തിൻ്റെ വക്കിലെത്തിച്ചു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൃത്യമായി ആ സ്ഥലത്ത് വെച്ച് തന്നെ സബ്മറൈൻ വെള്ളത്തിന് മുകളിലേക്ക് കൊണ്ടുവരാൻ ക്യാപ്റ്റൻ നിർബന്ധിതനായി. ഉടനെ തന്നെ ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ അവരെ കണ്ടെത്തുകയും വലിയൊരു ആക്രമണം നടത്തുകയും ചെയ്തു. സബ്മറൈൻ തകർന്ന് ഒരാൾ മരിച്ചു. ബാക്കിയുള്ളവരെ യുദ്ധ തടവുകാരായി പിടിച്ചു കൊണ്ടുപോയി. സബ്മറൈനിലെ ഒരു ചെറിയ തെറ്റിന് എത്ര വലിയ ദുരന്തം വിളിച്ചു വരുത്താൻ കഴിയുമെന്നാണ് ഈ ചരിത്ര സംഭവം തെളിയിക്കുന്നത്. ഇതുകാരണം ഇന്നത്തെ കാലത്തെ സബ്മറൈനുകളിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളും വളരെ കഠിനമായ പരിശീലന രീതികളുമുണ്ട്. അതുപോലെ 2024 HMS വെഞ്ചൻസ് എന്നൊരു ബ്രിട്ടീഷ് അന്തർവാഹിനി തുടർച്ചയായി 7 മാസത്തോളം വെള്ളത്തിനടിയിൽ തന്നെ കിടന്നിരുന്നു. അത്രയും ദിവസങ്ങളിൽ സൂര്യപ്രകാശമോ ഫ്രഷ് വായു ശ്വസിക്കാനോ പുറം ലോകവുമായി സാധാരണ പോലെ സംസാരിക്കാനോ കഴിഞ്ഞിരുന്നില്ല. സാധാരണ കൊണ്ടുപോകുന്ന ഭക്ഷണവുമായാണ് സബ്മറൈൻ പുറപ്പെട്ടത്. പക്ഷേ ഇത്രയും നീണ്ടകാലം ജീവൻ നിലനിർത്താൻ അവിടുത്തെ നാവികരുടെ ക്ഷമയും കൃത്യമായ ഭക്ഷണ നിയന്ത്രണവും മാത്രമായിരുന്നു ആകെയുള്ള ആശ്രയം. ഓക്സിജൻ്റെയോ വെള്ളത്തിൻ്റെയോ കാര്യത്തിൽ അപൂർവമായ പ്രശ്നങ്ങൾ വരാറുള്ളൂ. കാരണം അവിടുത്തെ ന്യൂക്ലിയർ റിയാക്ടർ അതുണ്ടാക്കാനുള്ള സിസ്റ്റത്തിന് ഊർജം നൽകുന്നുണ്ട്. യഥാർത്ഥ വെല്ലുവിളി എന്ന് പറയുന്നത് ആവശ്യമുള്ള ഭക്ഷണം അളന്ന് ഉപയോഗിക്കുക എന്നതാണ്. ദിവസങ്ങൾ കഴിയുന്തോറും യാത്രയുടെ അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിച്ചാണ് അവർ പാചകം ചെയ്തത്. ഇന്ന് നിർമ്മിക്കുന്ന ന്യൂക്ലിയർ സബ്മറൈനുകളിൽ മോഡേൺ ടെക്നോളജികളാണ് ഉപയോഗിക്കുന്നത്. പഴയ മോഡൽ പെരിസ്കോപ്പുകളൊന്നും ഇപ്പോൾ മിക്കവാറുമില്ല. ഡിജിറ്റൽ ക്യാമറകൾ ഉപയോഗിച്ച് മോഡേൺ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലാണ് എല്ലാം നിരീക്ഷിക്കുന്നത്. ശത്രുക്കളുടെ വെള്ളത്തിനിടയിലെ സെൻസറുകളിൽ ഒരു യന്ത്രശബ്ദവും എത്താതിരിക്കാൻ വേണ്ടി എല്ലാ യന്ത്രങ്ങളും ശബ്ദമില്ലാതെ പ്രവർത്തിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ സബ്മറൈനിൻ്റെ പുറംബോഡി വളരെ സ്ട്രോങ് ആയ മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതും. അതുകൊണ്ട് കടലിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൻ്റെ പ്രഷർ വന്നാൽ പോലും അതത്ര പെട്ടെന്ന് തകരില്ല. ഒരു സബ്മറൈൻ നാവികനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേക ബാഡ്ജുണ്ട്, അഥവാ ഡോൾഫിൻസ് ബാഡ്ജ്. അത് നേടിയെടുക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ അഭിമാനം. പുതുതായി വരുന്നവർ ആദ്യം തന്നെ ഒരുപാട് കഠിനമായ പരിശീലനങ്ങളിലൂടെയും ജീവൻ പോകുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങുകളിലൂടെയുമൊക്കെ കടന്നു പോകേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അവർക്ക് ആ പ്രത്യേക ബാഡ്ജ് ലഭിക്കുകയുള്ളൂ. ലോകത്ത് ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ സബ്മറൈൻ റഷ്യയുടെ ഡിമിത്രി ഡോൺസ്കോയ് ഉൾപ്പെടുന്ന ടൈഫൂൺ ക്ലാസ് ന്യൂക്ലിയർ സബ്മറൈനുകളാണ്. ഏകദേശം 175 മീറ്റർ നീളവും 48,000 ടണ്ണിലേറെ ഭാരവും ഉള്ളവയായിരുന്നു ഇവ. കടലിനടിയിൽ മാസങ്ങളോളം കഴിയാൻ സാധിക്കുന്ന ഈ ഭീമൻ സബ്മറൈനുകളിൽ നാവികർക്കായി നീന്തൽക്കുളവും ജിമ്മും വരെ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ റഷ്യൻ നാവികസേനയുടെ സജീവ സേവനത്തിലുള്ള ഏറ്റവും നീളം കൂടിയ സബ്മറൈൻ ബെൽഗറോഡാണ്. ഏകദേശം 184 മീറ്റർ നീളമുള്ള ഈ അത്യാധുനിക ന്യൂക്ലിയർ സബ്മറൈന് പ്ലൂട്ടോണിയം വഹിക്കാൻ ശേഷിയുള്ള ഡ്രോൺ ടോർപിഡോകൾ വഹിക്കാൻ കഴിയും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അതിർത്തികളും സുപ്രധാന കടൽപാതകളും സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണ് ഇന്ത്യൻ നാവികസേനയുടെ സബ്മറൈൻ വ്യൂഹം. പ്രധാനമായും 2 തരം സബ്മറൈനുകളാണ് ഇന്ത്യക്കുള്ളത്. പരമ്പരാഗത ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഡീസൽ ഇലക്ട്രിക് സബ്മറൈനുകളും ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ സബ്മറൈനുകളും. ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ സബ്മറൈനുകൾ. തദ്ദേശീയമായി നിർമ്മിച്ച INS അരിഹന്ത്, INS അരികാന്ത്, INS അരിതമൻ എന്നീ ന്യൂക്ലിയർ സബ്മറൈനുകൾ മാസങ്ങളോളം കടലിനടിയിൽ ഒളിച്ചിരുന്ന് പ്രവർത്തിക്കാൻ ശേഷിയുള്ളവയാണ്. കടലിനടിയിൽ നിന്ന് ദീർഘദൂര ആണവ മിസൈലുകൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള ഇവയാണ് ഇന്ത്യക്ക് ന്യൂക്ലിയർ ട്രയാഡ് കരുത്ത് നൽകുന്നത്. അതായത് കരയിൽ നിന്നും വിമാനത്തിൽ നിന്നും കടലിനടിയിൽ നിന്നും ഒരുപോലെ ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള ശേഷി. ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ സബ്മറൈനുകളുടെ ജീവിതത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കൊരവസരം ലഭിച്ചാൽ നിങ്ങളിതിൽ ജോലിക്ക് പോകുമോ എന്നും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.